അതേടാ, റഹീമിന്റെ അതേ മുറി ഇംഗ്ലീഷ് ഫലം കണ്ടിരിക്കുന്നു. മനുഷ്യത്വത്തിന്റെ ഭാഷ മുറി ഇംഗ്ലീഷ് തന്നെയാണോ? അങ്ങോട്ട് നോക്കൂ. കോൺഗ്രസ്സുകാരും ലീഗന്മാരും ചേർന്ന് പാവപ്പെട്ടവന്റെ കൂരകൾക്ക് മേൽ ബുൾഡോസർ രാജ് കളിച്ചപ്പോ ഓടിയെത്തി മുറി ഇംഗ്ലീഷ് ഭാഷയിൽ സായിപ്പിന്റെ മകനല്ലാത്തത് കൊണ്ട് ആ ജനങ്ങളോട് സംവദിച്ചു. അവരുടെ പ്രശ്നങ്ങൾ ലോകം കേൾക്കെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിന്റെ ഫലപ്രാപ്തി എത്തിയിട്ടുണ്ട്. നോക്കിയേ, കർണാടകയിലെ പൊളിച്ചു നീക്കൽ ഇരകൾക്ക് 180 ഫ്ളാറ്റുകൾ ബൈപ്പനഹള്ളിയിൽ നൽകും. വൈകിട്ടോടെ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ലീഗന്മാർ ഇന്നലെ മുതൽ സിദ്ധരാമയ്യയുടെ കാലി കെട്ടിപ്പിടിച്ച് നിലവിളിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ CPM-കാർ ചേർന്ന് കാപട്യം പുകച്ച് പുറത്തു ചാടിച്ചിരിക്കുന്നു, ദയവായി രക്ഷിക്കണമെന്ന് കരഞ്ഞ് കാല് പിടിച്ചു. ലീഗന്മാർ കോൺഗ്രസ്സുകാരെയും ചേർത്ത് നടത്തിയ ആ കാലുപിടിക്കൽ ഓപ്പറേഷനിൽ ഒടുവിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കേണ്ടി വന്നു കർണാടക സർക്കാരിന്. കാര്യം കേരളത്തിലെ ജനങ്ങൾ അറിയില്ല, മാധ്യമങ്ങളെ എല്ലാം സെറ്റിൽ ചെയ്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി 180 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ട് ഇടതുപക്ഷത്തെ CPM-ന്റെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചതിനു പിന്നാലെ ബംഗളൂരുവിലെ ആ മനുഷ്യരുടെ അടുത്തേക്ക് റഹീം ഉൾപ്പെടുന്ന സംഘം ഓടിയെത്തി. അവരുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞു. സങ്കടകരമായ അവസ്ഥ. അവിടെ ഭാഷ വശമല്ലാഞ്ഞിട്ടും അവരോട് സംവദിച്ചു. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചപ്പോൾ പിഴവ് പറ്റിയെന്ന് അന്തസ്സോടുകൂടി പറയും. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഞങ്ങൾ സായിപ്പിന്റെ കുട്ടികളല്ലായിരുന്നു. ഞങ്ങൾക്ക് മലയാളം വശമായിരുന്നു, മുറി ഇംഗ്ലീഷ് അറിയാമായിരുന്നു. കമ്മ്യൂണിക്കേഷന് വേണ്ട ആ 2 സാധനവും ഉപയോഗപ്പെടുത്തി സാധാരണക്കാരന്റെ നീറുന്ന പ്രശ്നം ജനങ്ങൾക്ക് മുന്നിലും പിന്നാലെ ജനരോഷം ഉയർന്നപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ ആ മുറി ഇംഗ്ലീഷിന്റെ ബലത്തിൽ ഇപ്പോൾ കുടിയിറക്കപ്പെട്ട മനുഷ്യന് തണലൊരുങ്ങുകയാണ്. വെറുതെ ഒരുങ്ങിയതല്ല, അത് നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതിന് ആ മുറി ഇംഗ്ലീഷിനെ നിങ്ങൾ പരിഹസിക്കുകയാണെങ്കിൽ പൊൻതൂവലായിട്ട് എടുക്കാൻ തന്നെയാണ് തീരുമാനം. ഇംഗ്ലീഷ് പറഞ്ഞതിൽ തെറ്റിപ്പോയെങ്കിലോ അല്ലെങ്കിൽ അത് പറയാൻ പറ്റാതെ വന്നെടുത്തോ നിങ്ങൾക്കതൊരു പരിഹാസമായിരിക്കാം. കാരണം ആ സാധാരണക്കാരനെല്ലാം ഇംഗ്ലീഷിലാണല്ലോ സംവദിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ഈ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന സാറന്മാർക്ക് കൃത്യമായി ബോധ്യപ്പെടത്തുള്ളൂ. ആ ഇംഗ്ലീഷ് അറിയാവുന്നവർ അവരടുത്തേക്ക് ചെല്ലാതെ അവിടെ കിടന്ന് നരകിക്കട്ടെ എന്ന് വിചാരിച്ചിടത്ത് ഈ നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തൊട്ടയൽപ്പക്ക സംസ്ഥാനത്ത് നടന്ന ആ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അവിടെ പോയി ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് ആത്മവിശ്വാസം കൊടുത്തു. ആ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ മലയാളത്തിൽ തന്നെയാണ് അവിടെ നിന്ന് അദ്ദേഹം ആദ്യത്തെ ലൈവ് വീഡിയോ ഇട്ടത്. അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയായി. ലീഗന്മാർ ഉൾപ്പെടെയുള്ളവർ മനസാക്ഷിയില്ലാതെ കോൺഗ്രസിനൊപ്പം മൗനം അവലംബിച്ചുകൊണ്ട് ആ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർക്ക് വേണ്ടി ഉറച്ചു നിന്നപ്പോൾ ആ പദ്ധതിയെ പൊളിച്ചത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ തന്നെയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുറി ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് മതിയെന്ന്, ഇംഗ്ലീഷിൽ ഞങ്ങൾ മോശക്കാരാണെന്ന്. പക്ഷേ ആ ജനമനസ്സുകളിൽ ഹിറ്റ് ലിസ്റ്റിൽ ആരുണ്ട് എന്നതിനാണ് ഞങ്ങൾ അഭിമാനിക്കുന്നത്. അത് ഭാഷയുടെ കഴിവ് കൊണ്ടല്ല, മനുഷ്യത്വത്തെ തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥ കൊണ്ടാണ്. ആ മാനസികാവസ്ഥയ്ക്ക് നിങ്ങൾ തരുന്ന സർട്ടിഫിക്കറ്റിനേക്കാളും ഭാഷാ പരിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടുള്ള പരിഹസിക്കലിനുമപ്പുറം ആ മനുഷ്യരുടെ നെഞ്ചിൽ എല്ലാ കാലത്തും ആ മുഖം വിളങ്ങി നിൽക്കും. ആ മുറി ഇംഗ്ലീഷ് അവരുടെ ജീവിതം തിരികെ പിടിച്ചതിൽ അവർക്ക് എല്ലാ കാലവും നന്ദിയോടെ സ്മരിക്കാൻ കഴിയും. ഒരു മനുഷ്യായുസിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച നന്മ തന്നെയാണ് A.A. റഹീം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ മുറി ഇംഗ്ലീഷ് ഇപ്പോൾ എന്താണോ അധികാരികളെ കൊണ്ട് ചില തീരുമാനങ്ങൾ എടുപ്പിച്ചിരിക്കുന്നത്, ആ തീരുമാനങ്ങൾ വഴിമുട്ടിപ്പോയ ആ ജനങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മുറി ഇംഗ്ലീഷായി മാറുമ്പോൾ അത് അഭിമാനമെന്ന് തന്നെ ഞങ്ങൾ ഉറക്കെ പറയും.